കാട്ടുപോത്ത് ചത്തതിന് കാരണം പോത്തുകൾ തമ്മിലുണ്ടായ സംഘർഷത്തിലെ പരിക്കെന്ന പ്രാഥമിക വിലയിരുത്തൽ. മുണ്ടക്കയം വണ്ടൻപതാലിൽ ഇന്ന് രാവിലെയാണ് കാട്ടുപോത്തിനെ തേക്കിൻകൂപ്പിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. മുണ്ടക്കയം കോഴിത്തോട് റോഡിൽ വണ്ടൻപതാൽ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തായി തേക്കിൻകൂപ്പിൽ കാട്ടുപോത്തിനെ ചത്ത നിലയിൽ കാണുകയായിരുന്നു. കാട്ടുപോത്തിന്റെ ദേഹത്ത് മുറിവുകൾ കണ്ടതോടെ ഇതിന് വെടിയേറ്റിരിക്കാമെന്ന സംശയം ഉയർന്നിരുന്നു. തുടർന്ന് എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഹരിലാലിന്റെ നേതൃത്വത്തിൽ തേക്കടിയിൽ നിന്നുള്ള വനംവകുപ്പിന്റെ ഡോക്ടറുടെ പ്രാഥമിക പരിശോധനയിലാണ് പോത്തുകൾ തമ്മിലുണ്ടായ സംഘർഷമാകാം പോത്ത് ചാകാൻ കാരണമെന്ന വിലയിരുത്തലിൽ എത്തിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ പൂർണ്ണ വിവരങ്ങൾ അറിയുവാൻ കഴിയുകയുള്ളൂവെന്ന് എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഹരിലാൽ അറിയിച്ചു. ഇതിപ്പോൾ ഇന്ന് രാവിലെ നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു പോത്ത് ചത്ത് കിടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ 63 തേക്ക് പ്ലാന്റേഷനാണ്, നമ്മുടെ വണ്ടൻപതാൽ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അണ്ടറിൽ വരുന്ന സ്ഥലമാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കണക്റ്റഡ് ആണ്, കാടിൻ്റെ ഏരിയ തന്നെയാണ്. അപ്പോൾ നോർമലി ഇന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി, നമ്മളൊന്ന് പരിശോധിച്ചു. അപ്പോൾ അത്യാവശ്യം പ്രായമുള്ളൊരു പോത്തായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ തേക്കടിയിലുള്ള നമ്മുടെ ഫോറസ്റ്റ് ഡോക്ടർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു അത്യാവശ്യം ഒരു 14 വയസ്സോളം പ്രായമുള്ള പോത്ത് തന്നെയാണ്. അതിൻ്റെ ഒരു ഇൻഫൈറ്റും അതിൻ്റെ അസുഖം തന്നെയാണ് ഇതിൻ്റെ കാരണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ അറിയുള്ളൂ. ഇല്ല, പ്രാഥമികമായിട്ട് നോക്കിയിട്ട് ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗൺ ഷോട്ടോ കാര്യങ്ങളോ ഉള്ള പോലെയോ മറ്റ് അറ്റാക്കുള്ള പോലെയോ ഒന്നും ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മളെന്തായാലും മെറ്റൽ ഡിറ്റക്ടറും കാര്യങ്ങളെല്ലാം വെച്ച് നമ്മളെന്തായാലും പരിസരവും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. നിലവിൽ അങ്ങനത്തെ പ്രശ്നമില്ല, കാരണം ഏജ്ഡ് ആണെന്നുള്ള രീതിയിൽ മനസ്സിലായിട്ടില്ല. പിന്നെ കുറേ പഴക്കമുള്ള മുറിവുകളും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് പരിക്ക് പറ്റിയത് അതിൻ്റെ ഇൻറ്റേർണൽ ഫൈറ്റ് തന്നെ ആയിരിക്കും. അത് എന്തെങ്കിലും പരസ്പരമുള്ള എന്തെങ്കിലും ഇത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ വീണതോ കുറ്റി കയറിയതോ അങ്ങനത്തെ മുറിവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തുടർ നടപടി നമ്മളിപ്പോൾ ഇതിനെ നോർമലി ഒരു ഒഫൻസിലേക്ക് പോകുന്ന ഒരു ആവശ്യം വരുന്നില്ല, കാരണം നമുക്ക് നാച്ചുറൽ ഡെത്താണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ബാക്കി നമ്മൾ കാർക്കസ് ഡിസ്പോസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്യും. 14 വയസ്സോളം പ്രായമുള്ള കാട്ടുപോത്താണ് ചത്തതെന്നാണ് വിലയിരുത്തൽ. മറ്റ് പോത്തുകളുമായി സംഘർഷം ഉണ്ടാക്കിയതിനെ തുടർന്ന് ഇതിൻ്റെ ദേഹത്ത് കാലപ്പഴക്കമുള്ള മുറിവുകളും കണ്ടെത്തിയിട്ടുണ്ട്.